കോളേജിലെത്തുന്ന കുട്ടികളിൽ നല്ലൊരു ശതമാനവും സ്കൂൾ തലത്തിൽ തന്നെ പുകവലി തുടങ്ങിയവരും സ്ഥിരം വലിക്കാരാവുകയും ചെയ്തവരാണ്. മുൻ പരിചയമോ അവന്റെ സമപ്രായക്കാരുടെ സമ്മർദ്ദം മൂലമോ പുകവലിക്കാരനാകുന്നു. കോളേജിലെ സ്വതന്ത്രമായ അന്തരീക്ഷം അതിന് വഴി തെളിയിക്കുന്നു. വിദ്യാർത്ഥികൾ പരസ്പരം പരിചയപ്പെടുന്നതിനും ഗാഢബന്ധം സ്ഥാപിക്കുന്നതിനും ചിലപ്പോൾ പുകവലി വഴിവെക്കുന്നു. ആദ്യം കമ്പനിക്കു വേണ്ടിയും പിന്നീട് ഇതിന് അടിമയായി ഒറ്റയ്ക്കും തുടർന്ന് പരസ്യമായും ഇത് ശീലിക്കുന്നു. സമ്പന്നരുടെ മക്കൾ പഠിക്കുന്ന വനിതാ കോളേജുകളെ പുകവലിയും മയക്കുമരുന്നുകളും കീഴടക്കിക്കൊണ്ടിരിക്കുന്നു. സാമ്പത്തിക സ്വാതന്ത്ര്യവും വീട്ടിലെ കുഴഞ്ഞുമറിഞ്ഞ അന്തരീക്ഷവും ഇതിന് ഒരു പരിധിവരെ കാരണമായിട്ടുണ്ട്. കുട്ടികൾ നമ്മുടെയും രാജ്യത്തിന്റെയും അമൂല്യ സമ്പത്താണ്. അവരെ നന്മയുടെ വക്താക്കളാക്കി വളർത്തുന്നതിൽ മാതാപിതാക്കൾക്കുള്ള പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ആധുനിക ജീവിത സാഹചര്യങ്ങളും കുത്തഴിഞ്ഞ സംസ്കാരവും അവരെ വഴിതെറ്റിക്കുന്നതിൽ മുഖ്യ പങ്കുവഹിക്കുന്നു. സിനിമയും ആനുകാലിക പ്രസിദ്ധീകരണങ്ങളും കുട്ടികളിലുണ്ടാക്കുന്ന വികലമായ മാനസികാവസ്ഥയും മൂല്യത്തകർച്ചയും ഗുരുതരമായ പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിക്കുന്നത്. കുട്ടികൾ വൃത്തികേടുകൾ ശീലിക്കുന്നത് മുതിർന്നവരിൽ നിന്നും അവരുടെ ചുറ്റുപാടുകളിൽ നിന്നുമാണ്. അതുകൊണ്ടുതന്നെ വ്യക്തികളും കുടുംബവും സമൂഹവും അവർക്ക് മാതൃകയാവണം. വഴിപിഴയ്ക്കാൻ നിമിത്തമാകുന്ന സാഹചര്യങ്ങളും ശീലങ്ങളും നാം കണ്ടറിയേണ്ടതാണ്. അവരുടെ സുഹൃത്ത് വലയങ്ങൾ, ഇടപെടലുകൾ, ക്യാമ്പസ് അന്തരീക്ഷം എല്ലാം നിരീക്ഷിക്കുകയും വേണ്ട ഉപദേശനിർദ്ദേശങ്ങൾ നൽകുകയും വേണം. ചിട്ടയായ ജീവിതശീലങ്ങൾ അവരെ പരിശീലിപ്പിക്കണം. ജീവിത മൂല്യങ്ങൾക്ക് അനിവാര്യമായ പ്രാധാന്യം നൽകുന്ന ധാർമ്മികവും ആത്മീയവുമായ വിദ്യാഭ്യാസത്തിന് നാം ഊന്നൽ നൽകണം. എന്നാൽ മാത്രമേ നല്ലൊരു സമൂഹം ഇവിടെ സൃഷ്ടിക്കപ്പെടുകയുള്ളൂ. പുകവലിയും രോഗങ്ങളും. ഹൃദ്രോഗം. പുകവലിക്കുമ്പോൾ രക്തത്തിൽ അടിഞ്ഞുകൂടുന്ന നിക്കോട്ടിൻ അഡ്രിനാലിൻ എന്ന ഹോർമോണിന്റെ ഉൽപ്പാദനം കൂട്ടുന്നു. ഹൃദയസ്പന്ദന നിരക്ക് സാധാരണയിൽ നിന്നും 15-20 വരെ വർദ്ധിക്കുന്നു. രക്തസമ്മർദ്ദവും ക്രമാതീതമായി വർദ്ധിക്കുന്നു. പുകവലിക്കുമ്പോൾ വർദ്ധിച്ച സ്പന്ദന നിരക്കും സമ്മർദ്ദവും ഹൃദയത്തെ കൂടുതൽ വേഗത്തിൽ പ്രവർത്തിക്കുവാനും കൂടുതൽ രക്തം പമ്പ് ചെയ്യാനും ഇടയാക്കുന്നു. വർദ്ധിച്ച അളവിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അഡ്രിനാലിൻ രക്തത്തിലെ സ്വതന്ത്ര കൊഴുപ്പുകളുടെ അളവിനെ ക്രമാതീതമായി വർദ്ധിപ്പിക്കുന്നു. കാർബൺ മോണോക്സൈഡും ഹീമോഗ്ലോബിനുമായി സംയോജിച്ച് കാർബോക്സി ഹീമോഗ്ലോബിനായി തീരുന്നു. അതോടെ ഓക്സിജനുമായി സംയോജിക്കാൻ ഹീമോഗ്ലോബിന് കഴിയാതെ വരുന്നു. തന്മൂലം ഹൃദയപേശിയിലെ കോശങ്ങൾക്ക് വേണ്ടത്ര കാൽസ്യം കിട്ടാതെ വരുന്നു. ഇതും ഹൃദ്രോഗത്തിന് ആക്കം കൂട്ടുന്നു. ഹൃദ്രോഗങ്ങളിൽ 77% പുകവലി കാരണമാണ് ഉണ്ടാകുന്നത്. ക്യാൻസർ. ലോകവ്യാപകമായി കാണപ്പെടുന്ന ഒരു മാരക രോഗമാണ് ക്യാൻസർ. ഇതുമൂലം മരിക്കുന്നവരുടെ എണ്ണം പ്രതിവർഷം വർദ്ധിക്കുന്നു. പുകവലിക്കാരെ ബാധിക്കുന്ന ഏറ്റവും മാരകമായ അർബുദമാണ് ശ്വാസകോശാർബുദം. 90% ശ്വാസകോശാർബുദത്തിന് കാരണം പുകവലിയാണ് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. 45-നും 60-നും ഇടയ്ക്കുള്ള മധ്യവയസ്കരെയാണ് ഇത് കൂടുതലായി ബാധിക്കുന്നത്. ബീഡിയും പൈപ്പും ഉപയോഗിക്കുന്നവരെക്കാൾ രോഗസാധ്യത അധികമുള്ളത് സിഗരറ്റ് വലിക്കുന്നവരിലാണ് എന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. ദഹനേന്ദ്രിയ രോഗങ്ങൾ. പുകവലിക്കാരിൽ കാണപ്പെടുന്ന മറ്റൊരു രോഗമാണ് കുടൽപുണ്ണ്. ഇന്ത്യയിൽ ദക്ഷിണേന്ത്യയിലാണ് ഇത് കൂടുതലായി കാണപ്പെടുന്നത്. കുടൽപുണ്ണിന്റെ പ്രധാന കാരണങ്ങളിലൊന്നാണ് പുകവലി. പുകവലിക്കാത്തവരോട് താരതമ്യം ചെയ്യുമ്പോൾ വയറ്റിലെ പുണ്ണ് 6 ഇരട്ടി കൂടുതലാണ് പുകവലിക്കാരിൽ. കുടൽപുണ്ണ് പോലെ വളരെ സാധാരണമായി കാണപ്പെടുന്ന രോഗമാണ് നെഞ്ചിന്റെ മധ്യഭാഗത്ത് അനുഭവപ്പെടുന്ന നെഞ്ചെരിച്ചിൽ. ആമാശയത്തിൽ നിന്നും ഗ്യാസ്ട്രിക് അമ്ലം, പിത്തരസം മുതലായവ അന്നനാളത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് നെഞ്ചെരിച്ചിൽ ഉണ്ടാകുന്നത്. രക്തക്കുഴൽ രോഗങ്ങൾ. പുകവലിക്കുമ്പോൾ രക്തത്തിൽ കടന്നുകൂടുന്ന നിക്കോട്ടിന്റെ പ്രവർത്തന ഫലമായാണ് രക്തക്കുഴലുകളിൽ അപകടം സംഭവിക്കുന്നത്. രക്തത്തിൽ കൊളസ്ട്രോൾ അമിതമായി വർദ്ധിക്കുമ്പോൾ അത് രക്തക്കുഴലിന്റെ ഭിത്തിയിൽ നിക്ഷേപിക്കുന്നു. രക്തക്കുഴലിന്റെ വ്യാസം ക്രമേണ കുറഞ്ഞ് അതിലൂടെ രക്തപ്രവാഹത്തിന് തടസ്സം നേരിടുന്നു.
തന്മൂലം വേണ്ടത്ര പോഷണം ലഭിക്കാതെ വരുന്നതിനാൽ അവയവങ്ങൾ ജീർണിക്കാൻ തുടങ്ങുന്നു. 40 വയസ്സിന് മുകളിലുള്ളവരിലാണ് കൂടുതലായി ഈ രോഗം കണ്ടുവരുന്നത്. വലിപ്പം കൂടിയ രക്തക്കുഴലുകളെയാണ് ഈ രോഗം ബാധിക്കുന്നത്. ഉദാഹരണത്തിന് മഹാധമനി, തുടയിലെ ഫെമറൽ ധമനി, കാലിലെ ടിബിയൽ ധമനി എന്നിവയിലെല്ലാം ഇത് ബാധിക്കാം. മയക്കുമരുന്നുകൾ. എല്ലാ ലഹരി വസ്തുക്കളും നിഷിദ്ധമാണ്. മനുഷ്യനെ ഇതര ജീവികളിൽ നിന്നും വേർതിരിക്കുന്നത് അവന്റെ ബുദ്ധിയും വിവേകവുമാണ്. ഇവയെ നശിപ്പിക്കുന്ന യാതൊന്നും ഇസ്ലാം അനുവദിക്കുന്നില്ല. ബുദ്ധിയെ മരവിപ്പിച്ച് വിനാശത്തിലേക്ക് തള്ളിയിടുന്ന എല്ലാ ലഹരി വസ്തുക്കളും നിഷിദ്ധമാണെന്നാണ് പ്രവാചകൻ പ്രഖ്യാപിച്ചത്. ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ നിന്ന് ഓടിയൊളിക്കാൻ, ഒന്ന് മയങ്ങാൻ, മായാലോകത്ത് വിഭ്രമിക്കാൻ മയക്കുമരുന്നിൽ അഭയം തേടുന്ന ഒരു തലമുറ നമുക്ക് ശാപമായി മാറിയിരിക്കുന്നു. യൗവനത്തിന്റെ തരളിത വേളകൾ, ക്ഷണികമായ ആഹ്ലാദങ്ങൾക്കുവേണ്ടി ഹോമിക്കപ്പെടുന്ന ഒരു വിഭാഗം നമുക്ക് ചുറ്റും വളർന്നുകൊണ്ടിരിക്കുന്നു. ഏതാനും വർഷങ്ങളായി മയക്കുമരുന്നിന്റെ ഉപയോഗം ഇരട്ടിയായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് ആളുകൾ മയക്കുമരുന്നിന്റെ അടിമകളാണ്. ഡൽഹി, മുംബൈ, ഗോവ, ബാംഗ്ലൂർ, ഹൈദരാബാദ് തുടങ്ങിയ വൻ നഗരങ്ങളിലാണ് ഇതിന് കൂടുതൽ ഡിമാൻഡുള്ളത്. നിരവധി ബ്രാൻഡ് നെയിമുകളിൽ മയക്കുമരുന്നുകൾ വിപണി കീഴടക്കിക്കൊണ്ടിരിക്കുന്നു. സ്കൂൾ കോളേജ് പരിസരങ്ങൾ, റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ, സിനിമാശാലകൾ, റെസ്റ്റോറന്റുകൾ എന്നിവയെ ചുറ്റിപ്പറ്റിയാണ് മയക്കുമരുന്ന് വിപണനം ശക്തി പ്രാപിക്കുന്നത്. ആദ്യകാലത്ത് ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ രോഗികളെ ബോധരഹിതരാക്കാൻ മയക്കുമരുന്ന് കൊടുത്തിരുന്നു. ഇന്ന് ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ നിന്ന് ബോധപൂർവം പിന്മാറാൻ മയക്കുമരുന്നിൽ അഭയം തേടുന്നു. ഒടുവിൽ മാനസിക രോഗങ്ങൾക്കടിമപ്പെട്ട് ജീവിതം നശിപ്പിക്കുന്നു. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിൽ വടക്കേ ഇന്ത്യയിൽ മയക്കുമരുന്ന് ഉപയോഗം വ്യാപകമായിരുന്നു. വെറ്റിലയോടൊപ്പമാണ് അന്ന് മയക്കുമരുന്നുകൾ ഉപയോഗിച്ചിരുന്നത്. ലോകയുദ്ധ കാലഘട്ടങ്ങളിൽ മയക്കുമരുന്നിനടിമയായവരുടെ എണ്ണം 2% വരെ ഉണ്ടായിരുന്നുവത്രേ. ജപ്പാനിൽ നിന്നുള്ള നാവികരാണ് അതിവിടെ വ്യാപകമാക്കിയത്. വിഷാദരോഗത്തെ അതിജീവിക്കാൻ 10 വർഷത്തോളം മയക്കുമരുന്ന് നല്ലതാണ് എന്ന് ആധുനിക മനഃശാസ്ത്രത്തിന്റെ പിതാവ് കരുതിയിരുന്നു. എന്നാൽ മയക്കുമരുന്നിനടിമയായ സുഹൃത്തിന്റെ ദാരുണമായ അന്ത്യത്തിനു ശേഷമാണ് അദ്ദേഹം അതിന്റെ അപകടം മനസ്സിലാക്കിയത്. പല്ലുവേദനയ്ക്ക് താൽക്കാലികാശ്വാസം തേടി മയക്കുമരുന്ന് ഉപയോഗിച്ചു തുടങ്ങിയ കവി കോളറിഡ്ജ് പിന്നീട് അതിൽ നിന്ന് മോചനം നേടാനാവാതെ വലയുകയായിരുന്നു. പരീക്ഷിച്ചറിയാനാണ് ആദ്യം മയക്കുമരുന്ന് ഉപയോഗിച്ചു തുടങ്ങുന്നത്. പിന്നീട് വിനോദത്തിനു വേണ്ടിയും ശേഷം അതിന്റെ അടിമകളായി തീരുകയും തുടർന്ന് അവസരോചിതമായി അത് ഉപയോഗിക്കുകയും ചെയ്യുന്നു. മതിഭ്രമദായിനികൾ, പ്രശാന്തിദായിനികൾ എന്നിങ്ങനെ മയക്കുമരുന്നിനെ രണ്ടായി തിരിക്കാം. മതിഭ്രമദായിനികൾ കേന്ദ്ര നാഡീവ്യൂഹത്തെ സ്വാധീനിക്കുന്നതുകൊണ്ട് വ്യക്തിയുടെ ചിന്ത, വികാരം, പെരുമാറ്റം എന്നിവയെ ബാധിക്കുന്നു. ആയതിനാൽ ഒരു മായാലോകത്തകപ്പെട്ട പ്രതീതി ഉണ്ടാകുന്നു. കഞ്ചാവ്, ഭാങ്, ചരസ് എന്നിവ മതിഭ്രമദായിനികൾക്ക് ഉദാഹരണങ്ങളാണ്. ശാരീരിക മാനസിക പ്രവർത്തനങ്ങളെ തകരാറിലാക്കുന്ന ഇവയുടെ നിരന്തരമായ ഉപയോഗം രക്തസമ്മർദ്ദത്തിനും ശരീരോഷ്മാവ് വർദ്ധിക്കുന്നതിനും കാരണമാകുന്നു. വ്യക്തിയുടെ മാനസിക നിലയെ താറുമാറാക്കുന്നു. പ്രശാന്തിദായനികളുടെ ഉപയോഗം തലച്ചോറിനെ ബാധിക്കുന്നതുകൊണ്ട് പെരുമാറ്റത്തെയും സുബോധത്തെയും ഇന്ദ്രിയാവബോധത്തെയും അപകടത്തിലാക്കുന്നു. ഇത് ലഹരി വിധേയത്വം സൃഷ്ടിക്കുന്നു. ബാർബിറേറ്റുകൾ, ഡയാസിപ്പിനുകൾ, മാൻട്രോക്സ്, കറുപ്പ്, ഹെറോയിൻ, കൊക്കൈൻ എന്നിവ ഇതിനുദാഹരണങ്ങളാണ്. ഇതിന്റെ ഉപയോഗം കേൾവി, കാഴ്ച എന്നിവയെ തകരാറിലാക്കുന്നു. രക്തചംക്രമണ വ്യവസ്ഥയുടെ തകരാറുകൾ ശാരീരിക പ്രവർത്തനത്തെ ബാധിക്കുന്നു. ഗർഭിണികൾ മയക്കുമരുന്ന് ഉപയോഗിച്ചാൽ ശിശുക്കൾക്ക് അംഗവൈകല്യമുണ്ടാകുന്നു. അതുപോലെ മയക്കുമരുന്ന് കുത്തിവെക്കുന്നത് എയ്ഡ്സ് പോലെയുള്ള മാരക രോഗങ്ങൾ വ്യാപിക്കാനിടയാക്കുന്നു. മയക്കുമരുന്ന് ഉപയോഗം ഒരു വ്യക്തിയിൽ ചെലുത്തിയ ക്രൂര വിനോദത്തിന്റെ ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചൈനയിലെ ചെങ്ഡുവിലാണ് നഗരത്തെ ഭീതിയിലാഴ്ത്തിയ സംഭവം അരങ്ങേറിയത്. ഫ്ളാറ്റിലെ 8-ാം നിലയിൽ താമസിക്കുകയായിരുന്ന മയക്കുമരുന്നിനടിമയായ യുവാവ് 2.5 വയസ്സുള്ള തന്റെ മകളെ ജനൽ വഴി താഴേക്കിടാൻ ശ്രമിക്കുന്നു.
ജനലിൽ തൂങ്ങിക്കിടന്ന കുട്ടിയെ രക്ഷിക്കാനായി പോലീസ് ഉദ്യോഗസ്ഥൻ ഫ്ളാറ്റിന് മുകളിൽ കയറുന്നു. തൂങ്ങിക്കിടന്ന കുട്ടിയെ രക്ഷിക്കുന്നതിനിടയിൽ യുവാവ് പോലീസുമായി മൽപ്പിടുത്തത്തിൽ ഏർപ്പെടുന്നു. യുവാവിന്റെ കയ്യിൽ നിന്നും പോലീസ് ഉദ്യോഗസ്ഥൻ കുട്ടിയെ പിടിച്ചെടുത്തയുടനെ യുവാവ് ജനലിൽ കൂടി ചാടാൻ ശ്രമിക്കുന്നു. ഒരു കൈയിൽ കുട്ടിയെ തൂക്കി മറുകൈകൊണ്ട് യുവാവിനെ മുറിക്കുള്ളിലേക്ക് തള്ളിയിടുന്നു. യുവാവിനെ തള്ളിയിട്ട ശേഷം പോലീസ് ഉദ്യോഗസ്ഥൻ ജനൽ അടയ്ക്കാൻ ശ്രമിക്കുന്നു. നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രങ്ങൾ മയക്കുമരുന്നിന് അടിമപ്പെട്ട യുവതീ യുവാക്കളുടേതാണ്. മയക്കുമരുന്നിന്റെ ഉപയോഗം തുടങ്ങി അധികം താമസിയാതെ തന്നെ അവരുടെ സൗന്ദര്യവും ശാരീരികക്ഷമതയും മാരകവും വികൃതവുമായി മാറുകയായിരുന്നു. മയക്കുമരുന്ന് ഉപയോഗത്തിന്റെ അപകടകരമായ പ്രത്യാഘാതങ്ങൾ നിരന്തരം ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പാൻ മസാലകൾ 80കളുടെ അവസാനത്തിലാണ് നമ്മുടെ കേരളത്തിലേക്ക് പാൻ മസാല കടന്നുവരുന്നത്. ഇപ്പോൾ ഇതിന്റെ വിപണന മേഖല കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യമൊക്കെ നഗരങ്ങളിൽ കേന്ദ്രീകരിച്ചും ഇപ്പോഴിത് ഗ്രാമാന്തരങ്ങളിലും പിടിമുറുക്കിക്കഴിഞ്ഞു. കൊച്ചുകുട്ടികൾ മുതൽ വയോവൃദ്ധർ വരെ ഇതിന്റെ സ്ഥിരം ഉപഭോക്താക്കളായി മാറിക്കഴിഞ്ഞു. 100-ലധികം കമ്പനികളിൽ നിന്നായി ഹാൻസ്, പാൻ പരാഗ്, പാൻ കിങ്, സൂപ്പർ ഹീറ്റ്, പാലസ്, വെപ്സി, ജോഗര തുടങ്ങിയവ മാർക്കറ്റിൽ സജീവമാണ്. ഇവയിൽ അടങ്ങിയിരിക്കുന്നവയിൽ ചിലതു മാത്രമേ കവറിന് പുറത്ത് രേഖപ്പെടുത്തുന്നുള്ളൂ. അടയ്ക്ക, ചുണ്ണാമ്പ്, പുകയില, കഞ്ചാവ് തുടങ്ങിയ മയക്കുമരുന്നുകൾ, ബാങ്, വെയിൻ തുടങ്ങിയ ലഹരിക്ക് ഉപയോഗിക്കുന്ന മരക്കറകൾ തുടങ്ങിയവയാണ് പാൻ മസാലയിലെ ചേരുവകൾ. ചില പഠനങ്ങളിൽ പാൻ മസാലകളിൽ ചില്ലുപൊടികൾ ചേർക്കുന്നതായി തെളിഞ്ഞിട്ടുണ്ട്. അതുമൂലം വായ്ക്കകത്ത് സൂക്ഷ്മ മുറിവുണ്ടായി ലഹരി എളുപ്പത്തിൽ പടർന്നു പിടിക്കുന്നു. മനസ്സിനെന്ന പോലെ ശരീരത്തിനും പാൻ മസാല ഗുരുതരമായ രോഗങ്ങളുണ്ടാക്കുന്നു. റീജിയണൽ കാൻസർ സെന്ററും അമേരിക്കയിലെ ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റിയും ചേർന്ന് നടത്തിയൊരു പഠനത്തിൽ 22 തരം പാൻ മസാലകൾ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ അവയിൽ 20ലും മാരകമായ വിഷാംശമുള്ള രാസവസ്തുക്കൾ കണ്ടെത്തുകയുണ്ടായി. പാൻ മസാലകളുടെ ഉപയോഗം ക്യാൻസറും അവയ്ക്ക് മുന്നോടിയായി മറ്റു രോഗങ്ങളും പടർത്തുന്നുവെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. 2008 മാത്രം 23 കൗമാരക്കാർക്ക് വായിൽ ക്യാൻസർ ഉണ്ടെന്ന് തിരുവനന്തപുരം RCC റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഭോപ്പാലിലും ഏതാനും സ്കൂൾ കുട്ടികളിൽ ഓറൽ ക്യാൻസർ ലക്ഷണങ്ങൾ കണ്ടെത്തുകയുണ്ടായി. ഹൈദരാബാദിലെ ഒക്യുപേഷണൽ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് പാൻ മസാലകളുടെ സാമ്പിൾ പരിശോധിച്ചപ്പോൾ ആഴ്സനിക്, ഹൈഡ്രോ കാർബണുകൾ എന്നീ വിഷവസ്തുക്കൾ കണ്ടെത്തുകയുണ്ടായി. സമൂഹത്തിനും രാജ്യത്തിനും അപകട ഭീഷണി ഉയർത്തുന്ന ഇത്തരം വസ്തുതകൾക്കെതിരെയുള്ള മൗനം ഇനിയും നമുക്ക് ഭൂഷണമല്ല. വിനാശമാകുന്ന മനുഷ്യവിഭവശേഷിയുടെ പുനഃക്രമീകരണത്തിനും രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും നമ്മുടെ പ്രബുദ്ധതയെയും പ്രവർത്തനങ്ങളെയും നാം ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. സംഗ്രഹം. ഇതുവരെ നാം വിശദീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്യുമ്പോൾ മദ്യം പോലുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗം മാരകവും വ്യക്തിയുടെ സാമൂഹിക, സാമ്പത്തിക, ധാർമ്മിക മേഖലകളെ നശിപ്പിക്കുന്ന ദുശീലവുമാണെന്ന് ബോധ്യപ്പെടും. അതുകൊണ്ടാണ് ഇസ്ലാമിക അധ്യാപനങ്ങൾ മദ്യം പോലുള്ള ലഹരി വസ്തുക്കളെ ശക്തമായി വിലക്കിയത്. അതുതന്നെ ലഹരിയുടെ മാരകവശങ്ങൾ തുറന്നു കാണിക്കാൻ ശാസ്ത്രീയ സംവിധാനങ്ങളില്ലാത്ത കാലഘട്ടത്തിലാണെന്നത് ഏറെ അത്ഭുതം തന്നെ. മദ്യത്തെ ഖുർആൻ മലിനവും പൈശാചികവുമാണെന്നാണ് വിശേഷിപ്പിച്ചത്. വിശുദ്ധ ഖുർആനിലെ 5-ാം അധ്യായം 90-91 വാക്യങ്ങൾ ഇങ്ങനെ പ്രസ്താവിക്കുന്നു: സത്യവിശ്വാസികളെ, മദ്യവും ചൂതാട്ടവും പ്രതിഷ്ഠകളും പ്രശ്നം വെച്ചു നോക്കാനുള്ള അമ്പുകളും പൈശാചികമായ മ്ലേച്ഛവൃത്തി മാത്രം. ആയതിനാൽ നിങ്ങൾ അതൊക്കെ വർജിക്കുക, നിങ്ങൾക്ക് വിജയം പ്രാപിക്കാം. പിശാച് ഉദ്ദേശിക്കുന്നത് മദ്യത്തിലൂടെയും ചൂതാട്ടത്തിലൂടെയും നിങ്ങൾക്കിടയിൽ ശത്രുതയും വിദ്വേഷവും സൃഷ്ടിക്കുവാനും
അല്ലാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്നും നിസ്കാരത്തിൽ നിന്നും നിങ്ങളെ തടയുവാനും മാത്രമാകുന്നു. അതിനാൽ നിങ്ങൾ അവയിൽ നിന്ന് വിരമിക്കാൻ ഒരുക്കമുണ്ടോ? ലഹരിയിൽ സമൂലാഗ്രം ഗ്രസിച്ച ഒരു സമൂഹത്തെ സമ്പൂർണ്ണ ലഹരി വിരുദ്ധരും വിശുദ്ധരുമാക്കി പരിവർത്തിപ്പിക്കുകയും അവരെ നിരന്തരം അതിന്റെ ഭവിഷ്യത്തുകളെക്കുറിച്ച് പ്രവാചകൻ ഓർമ്മപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരുന്നു. മാത്രമല്ല, ലഹരിക്കെതിരെ ശക്തമായ നിയമ നടപടികൾ ഇസ്ലാം ആവിഷ്കരിക്കുകയും ചെയ്തു. പ്രവാചകൻ മുഹമ്മദ് നബി പ്രഖ്യാപിക്കുന്നത് കാണുക: ഒരാൾ മദ്യപിച്ചാൽ അവന്റെ അന്ത്യരംഗം ഈമാനിക പ്രകാശത്തെ വിട്ട് ശൂന്യമാകും. മറ്റൊരു പ്രവാചകാധ്യാപനം ശ്രദ്ധിക്കുക: ഒരാൾ അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ മദ്യപിക്കരുത്. അത് വിളമ്പുന്ന സദ്യയിൽ സംബന്ധിക്കുകയുമരുത്. ഒരിറക്ക് മദ്യം കുടിച്ചാൽ അവന്റെ 3 ദിവസത്തെ അമലുകൾ അല്ലാഹു സ്വീകരിക്കുകയില്ല. ഒരു കപ്പ് കള്ളു കുടിച്ചാൽ അവന്റെ 40 ദിവസത്തെ നിസ്കാരം അല്ലാഹുവിങ്കൽ സ്വീകാര്യമല്ല. മദ്യപാനികൾക്ക് കർശന ശിക്ഷ നൽകാൻ ഇസ്ലാമിൽ വിധിയുണ്ട്. നിരോധനം അതിലംഘിക്കുന്നവരെ ലാഘവത്തോടെ കൈകാര്യം ചെയ്താൽ ഈ സാമൂഹിക വിപത്ത് നിർമ്മാർജ്ജനം ചെയ്യാൻ സാധ്യമല്ല. ആധുനിക ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഇതുതന്നെയാണ്. മദ്യത്തിന്റെ ഇത്തരം മാരക സ്വഭാവങ്ങൾ അനുഭവിച്ചറിഞ്ഞ ചില വികസിത രാഷ്ട്രങ്ങൾ മദ്യത്തിനെതിരെ രംഗത്തു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഏറ്റവുമധികം മദ്യം ഉപഭോഗം നടത്തിയിരുന്ന സോവിയറ്റ് യൂണിയൻ, ഫ്രാൻസ് എന്നീ രാഷ്ട്രങ്ങൾ ഔദ്യോഗിക പരിപാടികളിൽ നിന്ന് മദ്യം ഉപേക്ഷിച്ച നിയമം പാസാക്കി. ഈ വർഷം മുതൽ ബ്രിട്ടനിലും കർശനമായ നിയന്ത്രണം വന്നുകഴിഞ്ഞു. മദ്യപാനത്തിൽ UNO നിർദ്ദേശിച്ച ലഭ്യത കുറയ്ക്കൽ, ആവശ്യം കുറയ്ക്കൽ, അപകട നിവാരണം എന്നീ 3 പദ്ധതികളിലായിട്ടാണ് ലോകരാഷ്ട്രങ്ങൾ മദ്യത്തെ നിയന്ത്രിക്കുന്നത്. അത്തരം രാഷ്ട്രങ്ങളിൽ മദ്യപാനത്തെക്കുറിച്ച് ചൂടേറിയ ചർച്ചകൾ നടക്കുകയാണ്. ബ്രിട്ടനിൽ മദ്യപാനം മൂലം രോഗങ്ങൾ വർദ്ധിച്ചു വരുന്നതുകൊണ്ട് രാത്രിയിൽ പല ബാറുകൾക്കും നൽകിയിരുന്ന ഡിസ്കൗണ്ടുകൾ നിർത്തിവെച്ചു. സമയക്രമം പാലിക്കാൻ തുടങ്ങി. $15 മില്യൺ ചെലവഴിച്ച് മദ്യത്തിനെതിരെ ക്യാമ്പയിൻ തുടങ്ങിക്കഴിഞ്ഞു. നമ്മുടെ രാജ്യത്തും മദ്യത്തിനെതിരെ ശക്തമായ നടപടിക്രമങ്ങൾ അനിവാര്യമാണ്. ഓഫീസുകളിലും ജോലി സ്ഥലങ്ങളിലും മദ്യപിച്ചെത്തുന്നവർക്കെതിരെ കടുത്ത ശിക്ഷാ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. ലഹരിക്കെതിരായ പ്രചാരണ പരിപാടികൾക്ക് വിൽപ്പന നികുതി വരുമാനത്തിൽ നിന്നും ഒരു വിഹിതം നീക്കിവെക്കേണ്ടതാണ്. മദ്യപാന ശീലത്തിൽ നിന്ന് മുക്തി തേടിയെത്തുന്നവർക്ക് ഡി ആക്ഷൻ സെന്ററുകൾ സ്ഥാപിക്കണം. മദ്യവിപത്ത് ബോധ്യപ്പെടുത്തുന്നതിന് കൗൺസിലിംഗ് കേന്ദ്രങ്ങൾ ഇതോടൊപ്പം സജീവമാക്കണം. ഏതു വിധേനയും ജനങ്ങളുടെ മദ്യാസക്തി കുറച്ചുകൊണ്ടുവരുന്നതിനുള്ള സർക്കാർ നയം ആവിഷ്കരിക്കണം. അവസാനമായി, വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളും സന്നദ്ധ സംഘടനകളും നിയമപാലകരും മാധ്യമങ്ങളുമെല്ലാം ഇത്തരം ദുശീലങ്ങളുടെ വേരറുക്കാനും നല്ല നാളെയുടെ സാമൂഹ്യ സൃഷ്ടിക്കും വേണ്ടി രംഗത്തിറങ്ങണം. അതിന് ഈ പ്രോഗ്രാം ഒരു പ്രചോദനമാകട്ടെ.